ഹായ്. 10 വർഷത്തെ ഇടതുപക്ഷ ഗവൺമെന്റിൽ പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് ശ്രീ വി ഡി സതീശന്റെ ഗവൺമെന്റ് ഇന്ന് അധികാരമേറ്റു. എന്തു പറഞ്ഞാലും വളരെ കഴിവുള്ള മന്ത്രിസഭയാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. എല്ലാം പ്രഗത്ഭന്മാരാണ്. ആഭ്യന്തരമന്ത്രിയാണെങ്കിലും ഒക്കെ മുൻ പരിചയമുള്ളവരുമാണ്. അതുതന്നെയായിരുന്നു മുൻ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പരാജയവും. ഒന്നാം പിണറായി ഗവൺമെന്റില് കഴിവ് തെളിയിച്ച മിക്കവാറും എല്ലാ മന്ത്രിമാരും തന്നെ രണ്ടാം ഗവൺമെന്റിൽ ഉണ്ടായില്ല. പ്രത്യേകിച്ചും ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറും ആ ധനകാര്യമന്ത്രിയും ഒക്കെ ഏതാണെങ്കിലും ഈ ഗവൺമെന്റ് നന്നായി തന്നെ പ്രവർത്തിക്കാനാണ് എല്ലാ സാധ്യതയും. ആദ്യ മന്ത്രിസഭ യോഗത്തിന് ശേഷം ഇന്ദിരാ ഗ്യാരണ്ടിയിൽ 2 എണ്ണം അദ്ദേഹം നടപ്പാക്കുന്നതായി പ്രഖ്യാപിച്ചു. നമ്പർ 1, സ്ത്രീകൾക്ക് KSRTC ബസിൽ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ. 2, ആശാ വർക്കർമാരുടെ വേതനം 3000 രൂപ വർദ്ധിപ്പിച്ചു. അംഗൻവാടി ടീച്ചർമാരുടെയും മറ്റ് ഹെൽത്ത് സെന്റർ ജീവനക്കാരുടെയും ഒക്കെ വേതനം വർദ്ധിപ്പിച്ചു. ആശാ വർക്കർമാർക്ക് വർദ്ധിപ്പിച്ച 3000 രൂപ അത് അധികമാണെന്ന് ആരും പറയുകയില്ല. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഖജനാവിനുണ്ടോ എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുകയാണ് എന്നാണ്. അദ്ദേഹം കയറിയിരുന്നപ്പോഴേ പൂച്ചയെല്ലാം ഇറങ്ങിയോടി അവിടെ ഇഷ്ടം പോലെ പണമായി എന്ന് വിശ്വസിക്കാനാകുമോ? സംശയമാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്ന് പറയുന്നത് അത്ര എളുപ്പം നടപ്പാക്കാവുന്ന കാര്യമല്ല. ഒരുപക്ഷെ നാമമാത്രമായി ഏതാനും ചില ഓർഡിനറി ബസ്സുകളിൽ മാത്രം നടപ്പാക്കുമായിരിക്കാം. അതല്ലാതെ KSRTC മൊത്തം സ്ത്രീകൾക്ക് സൗജന്യമാക്കിയാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് പൂർണ്ണമായും തകരും. ഇപ്പോൾ തന്നെ വളരെ വളരെ കഷ്ടപ്പെട്ടാണ് 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നത്. അത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. എല്ലാ മാസവും നിശ്ചിത തുക ശമ്പളത്തിനായി സർക്കാർ നൽകേണ്ടി വരും. അതിനേക്കാളൊക്കെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ്സുകൾക്ക് പോലും പ്രവർത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. പക്ഷേ ഏറ്റവും അധികം നഷ്ടം സഹിക്കുന്ന ഒരു വ്യവസായമാണ് പ്രൈവറ്റ് ബസ് വ്യവസായം എന്ന് പറയുന്നത്. കാരണം ഓപ്പറേഷൻ എക്സ്പെൻഡിച്ചർ വളരെ കൂടുതലാണ്, പലപ്പോഴും നഷ്ടത്തിലാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ആൾക്കാർ കുറവ്. സ്ത്രീകളെല്ലാം കൂടി സൗജന്യമായി ട്രാൻസ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സിൽ ആളില്ലാതെ വരും. അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാതെ വരും. പ്രൈവറ്റ് ബസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. പ്രത്യേകിച്ചും എറണാകുളം പോലെ പ്രൈവറ്റ് ബസ് മുഖ്യമായ സർവീസ് നടത്തുന്ന മേഖലകളിലൊക്കെ ആകെ പ്രശ്നമാകും. അപ്പോ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ആകെ സ്തംഭനാവസ്ഥയിലേക്ക് എത്താൻ എല്ലാം സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കിയാൽ.